ബിഗ് ബോസ് മലയാളം സീസൺ 6-ൻ്റെ വോട്ടിംഗ് ഹോട്ട്സ്റ്റാറിൽ വീണ്ടും ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ 8 പേരാണുള്ളത്. റസ്മിൻ ഔട്ടായിട്ടുണ്ട് 9 പേരിൽ നിന്നും. അടുത്ത ആഴ്ചത്തേക്കുള്ള ഈ 8 പേരാണ് കണ്ടിന്യൂ ചെയ്യുന്നത് നോമിനേഷന് വേണ്ടിയിട്ട്. ഇവർക്ക് വേണ്ടിയുള്ള വോട്ടിംഗ് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടിയുള്ള വോട്ടിംഗ് ഇപ്പം കയറി ചെയ്യാവുന്നതാണ്. എന്തായാലും തിങ്കളാഴ്ച രാവിലെ 8 മണി വരെയുള്ള വോട്ടിംഗ് അപ്ഡേറ്റാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത്. അതിൽ ഒന്നാം സ്ഥാനം ആർക്കും ഇതുവരെ വിട്ടുകൊടുക്കാൻ തയ്യാറാവാതെ ജിൻഡോ തന്നെയാണ് ഒന്നാം സ്ഥാനത്ത്. 5,89,978 വോട്ടുകളുമായി ജിൻഡോ ഒന്നാം സ്ഥാനത്ത് തന്നെ നിലകൊള്ളുകയാണ്. തൊട്ട് താഴെയായിട്ട് ജാസ്മിനുണ്ട്. ജാസ്മിൻ ഇതുവരെ നേടിയിരിക്കുന്ന വോട്ടുകൾ 3,56,780 വോട്ടുകളാണ് ജാസ്മിൻ ഇതുവരെ സ്വന്തമാക്കിയത്. തൊട്ട് താഴെ തന്നെ അഭിഷേകുണ്ട്. ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ജാസ്മിനും അഭിഷേകും തമ്മിൽ. 3,42,560 വോട്ടുകളുമായി അഭിഷേക് തൊട്ട് 3-ാം സ്ഥാനത്ത് തന്നെ ഉണ്ട്. അഭിഷേകും ജാസ്മിനും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വരും മണിക്കൂറുകളിൽ എന്ത് സംഭവിക്കാം. 4-ാം സ്ഥാനത്തുള്ളത് അൻസിബയാണ്. അൻസിബ ഇതുവരെ നേടിയ വോട്ടുകൾ 3,40,850 വോട്ടുകൾ അൻസിബ നേടിയിട്ടുണ്ട്. 5-ാം സ്ഥാനത്തുള്ളത് അർജുനാണ്. അർജുൻ ഇതുവരെ നേടിയ വോട്ടുകൾ 3,39,790 വോട്ടുകൾ അർജുൻ ഇതുവരെ സ്വന്തമാക്കാൻ സാധിച്ചു. 5-ാം സ്ഥാനത്താണുള്ളത്. 6-ാം സ്ഥാനത്തുള്ളത് ഋഷിയാണ്. ഋഷി ഡേഞ്ചർ സോണിലാണ്. 2,65,211 വോട്ടുകളാണ് ഋഷിക്ക് ഇതുവരെ സ്വന്തമാക്കാൻ സാധിച്ചത്. ശ്രീതുണ്ട്. ശ്രീതും ഡേഞ്ചർ സോണിലാണ്. 7-ാം സ്ഥാനമാണുള്ളത്. 2,54,213 വോട്ട് ഇതുവരെ ശ്രീധുവിന് നേടാൻ സാധിച്ചിട്ടുണ്ട്. അപ്സരയാണ് ഏറ്റവും ഡേഞ്ചർ സോണിൽ നിൽക്കുന്നത്. അപ്സരയും റസ്മിനുമായിരുന്നു. റസ്മിൻ ഔട്ടായി. അപ്പോൾ എന്തായാലും അപ്സര ഡേഞ്ചർ സോണിലാണ് 8-ാം പൊസിഷനിലുള്ളത്. 2,54,10 വോട്ടുകളാണ് അപ്സര ഇതുവരെ സ്വന്തമാക്കിയത്. ഈ 3 പേര് ഋഷി, ശ്രീധു, അപ്സര, ഈ 3 പേര് ആര് വേണമെങ്കിലും ഈ ആഴ്ച പുറത്തു പോകാം. ഒന്നിൽ കൂടുതൽ എവിക്ഷൻ ഉണ്ടെങ്കിൽ 2 പേര് മിക്കവാറും ഈ ഒരു വീക്കിൽ 2 പേരെ പുറത്തു പോകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. എന്തായാലും പുതിയ ടാസ്കുകളും ഗെയിമുകളും ഒക്കെ ആരംഭിച്ചിട്ടുണ്ട്. ബിഗ് ബോസിൻ്റെ എല്ലാ വാർത്തകളും അപ്പം അറിയാനായിട്ട് മറക്കാതെ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. വോട്ടിങ്ങിൻ്റെ ലൈവ് അപ്ഡേറ്റ് നമ്മൾ എല്ലാ 2 മണിക്കൂറിലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എന്തായാലും നിങ്ങളിതൊരു സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കും.